എന്താണ് ഈ കീവേഡ്സ്? യൂട്യൂബിൽ കീവേഡ്സിന് എന്താണ് പ്രാധാന്യം? കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനെ എടുത്തു കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ്. അപ്പോൾ നമ്മൾ ഏത് നിശയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ നിശയിലുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഐറ്റങ്ങൾക്ക് കീവേഡ്സ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ കേരം തിങ്ങും നാടാണ് കേരളം, അതുകൊണ്ട് നമ്മൾ കേരം തന്നെ എടുക്കാം. രാവിലെ ഒരു അത്യാവശ്യ കാര്യം യൂട്യൂബിൽ നോക്കേണ്ടി വന്നു. അതെന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിക്കും, എങ്കിലും നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഉണ്ണിമേരി ഫിഷ് ക്ലീനിങ് മലയാളം. ഉണ്ണിമേരി ഫിഷ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ തൊലി കൃത്യമായിട്ട് പൊളിക്കുന്നത് എന്ന് മനസ്സിലാകാഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പൊളിക്കുമ്പോൾ അത് മാംസത്തോടെ അടർന്നു പോയിരുന്നത് കൊണ്ട് എന്തെങ്കിലും നുറുക്കു വിദ്യ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. ഉണ്ണിമേരി എന്നടിച്ചു കൊടുത്തപ്പോൾ വന്ന ഒരു റിസൾട്ടിലേക്ക് പോവുകയാണ്. ഇതാണ്: ചെമ്പല്ലി മീൻ തൊലി ഉരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണോ? അവിടെ മാർഗമുണ്ട്. ഓക്കെ, ഹൗ ടു ക്ലീൻ ഉണ്ണിമേരി ഫിഷ്, ഹൗ ടു റിമൂവ് ഫിഷ് സ്കിൻ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കിയെടുത്തത്. ഉണ്ണിമേരി പൊരിച്ചത് വളരെ എളുപ്പത്തിൽ ചെമ്പല്ലി തൊലി ഉരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് കണ്ടന്റുകൾ യൂട്യൂബിലുണ്ട്. എന്തും ഏതും നമുക്ക് തിരയാം, സഭ്യമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തത്? ഉണ്ണിമേരി ഫിഷ് ക്ലീനിങ് മലയാളം. അതാണ് നമ്മളുടെ കീവേഡ്. ഇതാണ് അവർ ഇട്ടിരിക്കുന്ന കീവേഡും ഇതാണ്. ഇവിടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കീവേഡ് ഏതാണ് എന്ന് നോക്കാം. ഫിഷ് ക്ലീനിങ്, ഫിഷ്, ഈസി ഫിഷ് ക്ലീനിങ്, ഇതെല്ലാം കീവേഡ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കിട്ടും. നമുക്ക് ഫിഷ് ക്ലീനിങ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫിഷ് ക്ലീനിങ് എന്ന് കൊടുത്തു. അപ്പൊ ഫിഷ് ക്ലീനിങ്ങിന് എന്താ അമേസിംഗ് കട്ടിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഫോറിൻ വീഡിയോ ആകാനാണ് സാധ്യത. ഓക്കെ, ഇവിടെ ഉളുമ്പും മണവും മാറ്റാം, മീനും വൃത്തിയാക്കാം. എന്താണ്? കരിമീനെ ക്ലിയർ ചെയ്യുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള വീഡിയോകൾ ഇവിടെയുണ്ട്. തിലാപ്പിയ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാം. ഓക്കെ, വൃത്തിയാക്കാൻ കുളം വറ്റിച്ചപ്പോൾ കിട്ടിയ മീനുകൾ. ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് കീവേഡ്സ്. നമുക്ക് നമ്മളുടെ ചാനലിലെ കീവേഡ്സ് കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് നല്ലതാണ്, ചിലത് നമുക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വ്യൂസ് വളരെ കുറവാണ്. ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് 38 വ്യൂസ് ആണ്, 4 ലൈക്കാണ്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ SEO സ്കോർ 100 ആണ്. നമ്മളുടെ SEO കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളുടെ ടാഗ്സ് ഇല്ലെങ്കിൽ അഥവാ കീവേഡ്സ് ആണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ന്യൂ അപ്ഡേറ്റ്സ് ഫോർ ന്യൂ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി 2023 അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്യൂബ് ഇൻസൈഡർ, അത് നമ്മളുടെ ചാനലിന്റെ പേരാണ്. യൂട്യൂബ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്, യൂട്യൂബ് മോണിറ്റൈസേഷൻ ന്യൂ അപ്ഡേറ്റ്. ഇങ്ങനെ ഏകദേശം 10-15 കീവേഡ്സ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. 500 ക്യാരക്ടറാണ് ഇതിന് പറ്റുന്നത്. അതിൽ കൂടുതൽ പറ്റത്തില്ല. അതായത് 500 സ്പെല്ലിംഗ് വരുന്ന വാക്കുകൾ വരെ അവരെടുക്കും. ഓക്കെ, അപ്പൊ ഈ കീവേഡ്സ് നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എങ്ങനെയുണ്ട് എന്ന്. ഈ കീവേഡ്സിൽ 15 റാങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 15 കീവേഡ്സേ ഉള്ളൂ, 15 റാങ്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഇൻസൈഡർ 6ാമതായിട്ട് റാങ്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് മോണിറ്റൈസേഷൻ 4ാമതായിട്ട് റാങ്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് 4ാമതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 4 4 4 4 3 4 4 4 4 4 ഏതാണ്ടൊക്കെ എല്ലാം 4ാമതായിട്ടാണ് റാങ്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കാം. ഇവിടെ മോണിറ്റൈസേഷൻ ഓൺ യൂട്യൂബ്, അത് നമുക്കൊന്ന് നോക്കാം. മോണിറ്റൈസേഷൻ ഓൺ യൂട്യൂബ്. ഓക്കെ, റൈറ്റ്, നമ്മൾ എൻ്റർ ചെയ്തു. നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ 4ാമതായിട്ട് വരുന്നുണ്ടോ എന്ന്. 1ാമത്തെ വീഡിയോ നമ്മളുടേതല്ല, 2ാമത്തേത് നമ്മളുടേതല്ല, 3ാമത്തേത് നമ്മളുടേതല്ല. ഓക്കെ, നമ്മളുടെ 5ാമതായിട്ടാണ് വന്നിരിക്കുന്ന ഈ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ നോക്കിയ വീഡിയോ. അപ്പോൾ ഇതാണ് കീവേഡ്സ്. ഇങ്ങനെയാണ് കീവേഡ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ ടോപ്പിക്കിനും കീവേഡ്സ് ഉണ്ടായിരിക്കും. ഇനി ഈ കീവേഡ്സ് എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ട് കീവേഡ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൂൾസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ഏതാണ് എന്ന് നോക്കാം. നമുക്ക് ബ്രൗസർ എടുത്തിട്ട് ഫ്രീ യൂട്യൂബ് കീവേഡ് റിസർച്ച് ടൂൾ എന്ന് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്യും. ഓക്കെ, ഒരുപാട് ഇത്തരത്തിലുള്ള ടൂൾസുകൾ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് AHREFS.
ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ് യൂട്യൂബ് കീവേഡ് ടൂൾ എന്ന് പറഞ്ഞാണ് ഇത് വരുന്നത് തന്നെ. ഇവിടെ ഗൂഗിളിലുള്ളത് നോക്കാം, ബിങ്ങിലെ നോക്കാം, യൂട്യൂബിൽ നോക്കാം, ആമസോണിലെ നോക്കാം. ഞാനിപ്പോ ഇവിടെ നോക്കാൻ പോകുന്നത് ഫിഷ് ക്ലീനിങ് ഇൻ മലയാളം എന്ന് നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മളിവിടെ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ നമുക്ക് നോക്കേണ്ടത് അത് തന്നെ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കിടക്കേണ്ടത്. തൽക്കാലം നമുക്കത് വേണ്ട, നമുക്ക് ഇന്ത്യയാണ് നോക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ കിട്ടും. ഡയറക്റ്റ് ഐ എടുത്തും പോവാം. ഇവിടെ ഇന്ത്യ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഫൈൻഡ് കീവേഡ്സ്, ഇവിടെ ഒരു വെരിഫിക്കേഷൻ നടക്കും, ക്യാപ്ച വെരിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കീവേഡ് കാണിക്കുന്ന ഫിഷ് ക്ലീനിങ് മലയാളം കാണിക്കുന്നുണ്ട്, പക്ഷെ അതിന് വലിയ വോള്യം ഒന്നും ഇല്ല. അതുകൊണ്ട് നല്ല കീവേഡ് ആണ് അത്. കാരണം അതിനകത്ത് ഇപ്പൊ തൽക്കാലം വോള്യം ഇല്ല, ഇൻ ഫ്യൂച്ചർ വോള്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് നോക്കാം. ഗോൾഡ് റേറ്റ് ഇൻ കേരള. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് വരുന്നത് നോക്കാം. ക്യാപ്ച എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടുഡേസ് ഗോൾഡ് റേറ്റ് ഇൻ കേരള, ഗോൾഡ് റേറ്റ് ഇൻ കേരള ടുഡേസ് ഗോൾഡ് റേറ്റ് ഇൻ കേരള. ഈ ടുഡേസും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഒരു അപ്പോസ്ട്രോഫി എസ് ഇവിടെ വന്നിട്ടുണ്ട്. ടുഡേ ഗോൾഡ് റേറ്റ് ഇൻ കേരള മലയാളം, ടുഡേ ഗോൾഡ് റേറ്റ് ഇൻ കേരള. ഇതൊക്കെ നല്ലപോലെ റാങ്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ആണ്. കാരണം ഇവിടെ വോള്യം വളരെ കുറവാണ്. ആളുകളുടെ അന്വേഷണമാണ് ഈ വോളിയം എന്ന് പറയുന്നത്. ഇന്ന് അന്വേഷിക്കാത്ത കാര്യം ഒരു വർഷം കഴിഞ്ഞാലും അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കീവേഡുകളും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കീവേഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ഈ 4, 5, 3, 2 എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും അതേ രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നന്ദി, നമസ്കാരം.